എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബർഗർ തയ്യാറാക്കാം. ഞാനീ വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. ബണ്ണാണെങ്കിലും ഞാൻ സ്പെഷ്യലായിട്ടുള്ള അതിൻ്റെ പുറത്ത് എള്ളൊക്കെ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ബർഗർ ബണ്ണ് വരുന്നുണ്ട്. അതൊന്നും അല്ല ഉപയോഗിക്കുന്നത്. സാധാരണ ബണ്ണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബണ്ണാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചിക്കന് വിനാഗിരിയും ഉപ്പും ഇട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പച്ചമുളക്, പുതിനയില, മല്ലിയില, വെളുത്തുള്ളി. ഇത് 2 എരിവില്ലാത്ത മുളകും 1 എരിവുള്ള മുളകുമാണ്. പിന്നീട് കുരുമുളക്, 1 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക. ഇത്രയും കൂടെ നമുക്ക് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിക്കൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള, ഒരു സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിത് അരച്ചു കൊണ്ടുവന്ന കൂട്ടിനകത്ത് ചേർക്കാനുള്ളതാണ്. ഇതും കൂടെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സ് അങ്ങ് വെള്ളമായി പോകും. പിന്നെ എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിനകത്ത് ബ്രെഡ് ക്രംസും അല്ലെങ്കിൽ കോൺഫ്ലോറും ഒക്കെ ചേർക്കേണ്ടതായിട്ട് വരും. അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഇത് അരയ്ക്കുന്ന ആദ്യമേ നമുക്ക് ഈ മുളകൊന്ന് പൊടിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. മുളക് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കുമ്പോഴേ ഈ മുളക് ചതഞ്ഞ് കിട്ടത്തില്ല. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മുളക് എടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. എല്ലാം കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു. അതിന് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാനേ. കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കൈ വെച്ചിട്ട് നമുക്ക് സവാളയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് സവാളയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് 2 ഉരുളയാക്കി വെച്ചു. ഇതിന് കറക്റ്റായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ചട്ടുകമില്ലേ, ഇങ്ങനെയുള്ള ചട്ടുകത്തിലോട്ട് വെച്ചിട്ട് പരത്തണം. അപ്പോഴാ ബണ്ണിനകത്ത് വെക്കാൻ പറ്റിയ പരുവത്തിലുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടും പാറ്റീസ്. ഇങ്ങോട്ട് വെക്കാം. അടുത്തൊന്ന് തയ്യാറാക്കാം. കൈകൊണ്ടും തയ്യാറാക്കാം. ചട്ടുകം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നല്ല ഷേപ്പായിട്ട് കിട്ടും. രണ്ട് പാറ്റീസ് കിട്ടി. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അത് ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇടാം, നെയ്യ് ഇടാം. അതൊന്നും വേണ്ട. എണ്ണ വേണ്ടവർക്ക് എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് ഇട്ടിരിക്കുന്നത്. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പാറ്റീസ് വെച്ചു കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് നല്ല തീയിലൊന്ന് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കി പതുക്കെ 2 വശവും മൂപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വശവും കൂടെ നമുക്കൊന്ന് 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് പതുക്കെ വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി തീയെ ലോ ഫ്ലെയിമിലോട്ടാക്കി അടച്ചു വെച്ച് 2 വശവും മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. 2 വശവും നന്നായിട്ട്
മൂപ്പിച്ചെടുത്തു. നമ്മുടെ പാറ്റീസ് റെഡിയായി. ഇനി നമുക്ക് ബർഗർ തയ്യാറാക്കാമേ. നമുക്ക് ബർഗർ തയ്യാറാക്കി തുടങ്ങാമേ. അതിനായിട്ട് സാദാ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ ഉപയോഗിക്കുക. അത് നടുവേ മുറിച്ചെടുത്തു. സ്വല്പം നെയ്യ് വരട്ടെ. എന്നിട്ട് ഈ അകവശം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ബണ്ണ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കെച്ചപ്പ് ഒഴിക്കാം. ഞാൻ മയോണൈസിന് പകരം കെച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. മയോണൈസ് ഇവിടെ ആർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് കെച്ചപ്പ് പുരട്ടി. ലെറ്റ്യൂസിൻ്റെ ഇല ഉണ്ടെങ്കിൽ നല്ലതാണ്. ലെറ്റ്യൂസിൻ്റെ ഇല ഇല്ല എൻ്റെ ഇല, അതുകൊണ്ട് ഞാനിവിടെ ഒരു കഷ്ണം സവാള വെച്ചു. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റീസ് വെച്ചു. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കഷ്ണം സവാള, തക്കാളിക്ക വെച്ച് നമ്മൾ ബണ്ണിൻ്റെ മറ്റേ ഭാഗം കൊണ്ട് ഇത് അടയ്ക്കണം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യും. പ്രസ് ചെയ്തിട്ട് വിട്ടു പോരാതിരിക്കാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ ഒരു ഈർക്കിലിയോ ഇങ്ങനെ നടുവേ കുത്തുകയാണെങ്കിൽ വിട്ടു പോകാതെ ഇരിക്കും. നമ്മുടെ ഹോം മെയ്ഡ് ബർഗർ തയ്യാറായി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ലെറ്റ്യൂസ് ഇല്ല, മയോണൈസ് ഇല്ല എന്നിരുന്നാൽ തന്നെയും വളരെ ടേസ്റ്റിയാണ്. പിന്നെ ബർഗറിൻ്റെ ബണ്ണ് കിട്ടുവാണെങ്കിൽ അതൊന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ ടേസ്റ്റ് ഒരു വ്യത്യാസവും ഇല്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.